നസ്കർ ഇന്നലെ വൈകുന്നേരം മാധ്യമത്തിൻ്റെ ഓൺലൈൻ എഡിഷനിലും മീഡിയ വണ്ണിലും ഒരു വാർത്ത പ്രത്യക്ഷപ്പെടുന്നു. ആ വാർത്ത ഇങ്ങനെയാണ്: വിദ്വേഷ പ്രചാരണം, എക്സ് മുസ്ലിം നേതാവ് ആരിഫ് ഹുസൈനെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശം. കോഴിക്കോട് വിദ്വേഷ പ്രചരണം നടത്തിയതിന് എക്സ് മുസ്ലിം പ്രചാരകൻ ആരിഫ് ഹുസൈൻ തെരുവോത്തിനെതിരെ കേസെടുക്കാൻ പന്തീരങ്കാവ് പോലീസിന് കോടതി നിർദ്ദേശം. എക്സ് ആൻഡ് വൈ ലേണിംഗ് എന്ന സ്ഥാപനത്തിനെതിരെ വിദ്വേഷ പ്രചരണം നടത്തിയെന്ന പരാതിയിലാണ് കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ്. സ്ഥാപനം നൽകിയ പരാതിയിലാണ് കോടതി നടപടി. കേരളത്തിലെ അൽ ഖലാഖ് സർവകലാശാലയാണ് എക്സ് ആൻഡ് വൈ ലേണിംഗ് സ്ഥാപനം എന്ന തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ വ്യാജ പ്രചരണം നടത്തുകയും തീവ്രവാദ പ്രചരണങ്ങൾ വളർത്തുന്നു എന്ന രീതിയിൽ ആക്ഷേപിക്കുകയും ചെയ്തത് ചൂണ്ടിക്കാട്ടിയാണ് അധികൃതർ കോടതിയെ സമീപിച്ചത്. നേരത്തെ സ്ഥാപന അധികാരികൾ പന്തീരങ്കാവ് പോലീസിന് പരാതി നൽകിയിരുന്നെങ്കിലും കേസെടുക്കാൻ തയ്യാറായില്ല. തുടർന്നാണ് സ്ഥാപനം കോടതിയെ സമീപിച്ചത്. ഹർജി പരിഗണിച്ച കോടതി ആരിഫ് ഹുസൈനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകുകയായിരുന്നു. സോഷ്യൽ മീഡിയയിലെ ഇസ്ലാമിക് ഹാൻഡിലുകളിലെല്ലാം ഇത് വലിയ ആഘോഷമായിട്ടുണ്ട്. ആരിഫ് ഹുസൈൻ തെരുവോത്ത് സ്വയം വിശേഷിപ്പിക്കുന്നത് എക്സ് ജിഹാദി എന്നാണ്. അതായത് ഇസ്ലാമിക മതത്തിൽ ജനിച്ച് ഇസ്ലാമിക തീവ്ര നിലപാടുകൾ എടുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു താനെന്നും പിന്നീട് താൻ ഖുറാൻ പൂർണ്ണമായും വായിച്ചപ്പോഴാണ് തെറ്റുബോധ്യപ്പെട്ടതെന്നും പറഞ്ഞ് ഇസ്ലാം വിശ്വാസത്തിനെതിരെ, പ്രവാചകനെതിരെ, ഖുറാനെതിരെയൊക്കെ നിരന്തരം പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്യുന്നതാണ് ആരിഫ് ഹുസൈൻ ഹോബി. ആരിഫിനെ കൊന്നുകളയാൻ കൊട്ടേഷൻ പോലും ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ മുസ്ലിം സമുദായത്തിൽ ഏറ്റവും അധികം വെറുക്കുന്ന വ്യക്തിയായിരിക്കും ആരിഫ് ഹുസൈൻ. കേരളത്തിലെ മുസ്ലിം വിരുദ്ധരുടെ കൺകണ്ട ദൈവമായി ആരിഫ് ഹുസൈൻ എന്ന യുക്തിവാദി മാറിയത് അങ്ങനെയാവാം. ആരിഫിനെതിരെ നിരവധി പരാതികളിൽ പലരും കേസെടുത്തിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം ഒരു അന്യമതസ്ഥനല്ലാത്തതിനാൽ ഇസ്ലാമിനെ വിമർശിക്കുന്നതിൻ്റെ പേരിൽ ആരിഫിനെതിരെ നിയമപരമായി കേസെടുക്കാൻ സാധ്യമല്ല. ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്നയാൾ മറ്റൊരു മതത്തെക്കുറിച്ച് വിദ്വേഷ പ്രചരണം നടത്തിയാൽ മാത്രമേ നിയമപരമായി അത് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ, രണ്ട് വിഭാഗങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ നടത്തുന്ന ശ്രമം എന്ന നിലയിൽ കേസിന് നിലനിൽപ്പുള്ളൂ. ആരിഫ് ഇസ്ലാം മതം ഉപേക്ഷിച്ചെങ്കിലും മറ്റൊരു മതവും സ്വീകരിക്കാത്തതുകൊണ്ടും മതത്തിലോ ദൈവത്തിലോ വിശ്വസിക്കാത്തതുകൊണ്ടും ഇസ്ലാം മതത്തെക്കുറിച്ച് ആരിഫ് പറയുന്നത് ഒന്നും നിയമവിരുദ്ധമല്ല. അതുകൊണ്ട് പലപ്പോഴും പോലീസ് കേസെടുക്കാൻ വിസമ്മതിക്കുകയും എടുത്താൽ തന്നെ അതിന് വേണ്ടത്ര ഗൗരവം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നു. ഇതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. എന്നാൽ പരാതിക്കാരൻ കോടതിയിൽ പോയി കോടതി എഫ്ഐആർ ഇടാൻ പറഞ്ഞു. കോടതി നിർദ്ദേശപ്രകാരം എഫ്ഐആർ ഇടുന്നത് ഒരു മഹാസംഭവമൊന്നുമില്ല. അൻസിബ ഹസന്റെ കാര്യത്തിൽ സംഭവിച്ചത് നോക്കുക. അൻസിബ പരാതി കൊടുക്കുന്നു, കേസെടുക്കുന്നില്ല. കോടതിയെ പോകുന്നു, കോടതി കേസെടുക്കാൻ പറയുന്നു. പക്ഷെ പോലീസ് അന്വേഷിച്ചിട്ട് പറയുന്നു കേസെടുക്കാൻ വകുപ്പില്ലെന്ന്. അത്രയുമേ ഉള്ളൂ കോടതി നിർദ്ദേശപ്രകാരമുള്ള ഇത്തരം CMPയിലുള്ള റിസൾട്ട് എന്ന് പറയുന്നത്. ഇനി അഥവാ എഫ്ഐആർ ഇട്ട് കേസെടുത്താലും അത് ഒരിടത്തും എത്തില്ല. പക്ഷെ ആരിഫിനെതിരെ ഒരു എഫ്ഐആർ ഇട്ടത് വലിയ ആഘോഷമാക്കുകയാണ് ആരിഫ് വിരുദ്ധരും തീവ്ര ഇസ്ലാമിക ഹാൻഡിലുകളും. ആരിഫ് പക്ഷേ ഇതിനെ ഒരു അവസരമായി എടുക്കുന്നു. ഇന്നലെ മുതൽ തുടർച്ചയായി ആരിഫ് ഈ വിഷയം കത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആരിഫ് ഇങ്ങനെ എഴുതി: ഇതാണ് കേസെടുക്കാൻ കാരണമായ പോസ്റ്റ്. തീവ്രമത ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ വെച്ചുകൊണ്ട് ക്ലാസ് നടത്തുന്ന എക്സാൻഡിയുടെ രീതി ഡൽഹി റെഡ് ഫോർട്ട് ഭീകരാക്രമണത്തെ തുടർന്നുണ്ടായ വൈറ്റ് കോളർ ജിഹാദിനെ ഓർമ്മിപ്പിക്കുന്നതാണെന്നും അതിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും കേരള സർക്കാരിനും കേന്ദ്ര സർക്കാരിനും മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടുള്ള ഈ പോസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ഏതായാലും ഈ മുന്നറിയിപ്പ് നടത്തുന്നതിന് എതിരെ കേസിന് പോകാൻ അവർ തീരുമാനിച്ച സ്ഥിതിക്ക് അവർക്കെതിരെ കൃത്യമായ പരാതിയായി തന്നെ മുന്നോട്ട് പോകാനാണ് ഇനി പോകുന്നത്. എൻട്രൻസ് കോച്ചിങ് ഭീകരവാദ, തീവ്രവാദ, താലിബാൻ രീതികളൊക്കെ മറയാക്കുന്നുണ്ടോ ഇത്തരം സ്ഥാപനങ്ങളെന്ന് അന്വേഷിക്കേണ്ടതും ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതും കേരളത്തിൽ അൽ ഖലാഫ് സർവകലാശാല ഉണ്ടാകാതെ നോക്കേണ്ടതും എല്ലാവർക്കും ഒരുപോലെ ഉത്തരവാദിത്വമുള്ള കാര്യമാണ്. എന്നിട്ട് 2025 ഡിസംബർ 1 ആരിഫ് ഇട്ട പോസ്റ്റ് ആരിഫ് ഒരിക്കൽ കൂടി റീപോസ്റ്റ് ചെയ്തു. ഈ പോസ്റ്റിന്റെ പേരിലായിരുന്നു പരാതി. കേരളത്തിലും അൽ ഖലാഫ് യൂണിവേഴ്സിറ്റി, ഉണരൂ കേരളമേ ഉണരൂ, വെറുതെയല്ല അബ്ദുള്ള ബേസിൽ CP ഒരു പൊട്ടൻഷ്യൽ ജിഹാദിയാണ് എന്ന് പറഞ്ഞത്. മൂപ്പരുടെ നേതൃത്വത്തിൽ നടക്കുന്ന എക്സ് ആൻഡ് വൈ ലേണിംഗ് എന്ന ഉഡായിപ്പ് ഒന്നാം തരം ജിഹാദി കൂട്ടിക്കൊടുപ്പാണ് നടക്കുന്നത്. അതിനുള്ള തെളിവാണ് ഈ ചിത്രത്തിലുള്ള വൈറ്റ് കോളർ ജിഹാദി ഡോക്ടറും മൂപ്പരുടെ പ്രസംഗവും. ഇങ്ങനെയിട്ട പോസ്റ്റാണ് വിവാദമായത്. ഇതിൻ്റെ കാരണമായി ആരിഫ് ചൂണ്ടിക്കാട്ടിയത് എക്സ് ആൻഡ് വൈ എൻട്രൻസ് കോച്ചിങ് ട്രെയിനിങ് സെന്ററിൽ ക്ലാസ് എടുത്ത ഒരാളുടെ സ്ത്രീ വിരുദ്ധ പ്രസംഗമാണ്. ആ പ്രസംഗം ഇങ്ങനെയാണ്: നിങ്ങളെ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി ജീൻസും ടൈറ്റ് ജീൻസും ഷോർട്ട് ടോപ്പ് ഇട്ടിട്ട് നാളെ ഇസ്ലാമിൻ്റെതല്ലാത്ത എന്താണ്, ഇസ്ലാമിന് വളരെ വ്യക്തമാണ്, യാ അയ്യുഹൻ നബിയ്യു ഖുൽ അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന. ഇപ്പൊ റോട്ടിൽ ഇറങ്ങിയാൽ സങ്കടമാണ് സഹോദരങ്ങളെ. മുഴുവൻ പെൺകുട്ടികളും പാന്റും കുപ്പായും, മുഴുവൻ പെൺകുട്ടികളും, മുസ്ലിങ്ങളായ മുഴുവൻ പെൺകുട്ടികളും. വളരെ ന്യൂനപക്ഷം മാത്രമാണ് യഥാർത്ഥ ഹിജാബ് ഇടുന്നത്.
വളരെ സങ്കടകരമായ അവസ്ഥയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, വിശുദ്ധ ഖുർആനിൽ ഇസ്ലാമിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണ്, മദ്ഹബില് തർക്കമില്ലാത്ത വിഷയമാണ് സ്ത്രീ ഹിജാബ് ധരിക്കണമെന്നത്, അവരുടെ മുഖമക്കന മാറിലൂടെ തൂങ്ങി വരണമെന്നത്, അവരുടെ കഴുത്ത് കാണാൻ പാടില്ല, അവരുടെ ശരീരത്തിന്റെ ആകാര വടിവ് പ്രദർശിപ്പിക്കാൻ പാടില്ല, ആ മക്കനെന്ത് ചെയ്യണം, അത് തൂങ്ങി ഇങ്ങനെ കിടക്കണമെന്നാണ്. ശരീരത്തിന്റെ ഒരു ഭാഗവും അതിന്റെ ഒരു ഷേപ്പും പുറത്തു കാണാത്ത രൂപത്തിൽ അവരുടെ മേൽ മൂടുപടങ്ങൾ തൂക്കിയിടട്ടെ എന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്താണ്. അതെങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ പറ്റൂല. അതിൽ കാലങ്ങളായിട്ട് ഇസ്ലാമിന്റെ ശക്തമായ പൈതൃകമുണ്ട് എങ്ങനെയാണ് ഹിജാബ് ഇടുക എന്നുള്ളതിനെ കുറിച്ച്. അതുകൊണ്ട് അതുപോലും സഹോദരങ്ങളെ എത്ര നിസ്സാരമായി കണ്ടുകൊണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് ഹിജാബ് ധരിക്കാതെ ഒരു പെൺകുട്ടി പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നാളെ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും റബ്ബിന്റെ മുമ്പിൽ. ആ ചോദ്യത്തിന് നമ്മൾ വയർക്കേണ്ടി വരും എന്നത് തീർച്ചയാണ് സഹോദരങ്ങളെ. അതാണ് വിശുദ്ധ ഖുർആൻ ഇത്ര ഗൗരവമായിട്ട് പറഞ്ഞത്. നിങ്ങൾക്ക് ചോയ്സ് ഇല്ല എന്നാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ചോയ്സ് അള്ളാഹു നൽകിയിട്ടില്ല. അള്ളാഹുവും റസൂലും എന്ത് പറഞ്ഞോ അതാണ് ദീന്. സ്വന്തമായി ഇഷ്ടം ഒരാൾക്കും ഇസ്ലാമിൽ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തുൽ ഊല. ഇങ്ങനെ പറയുന്നവർ പൊട്ടൻഷ്യൽ ജിഹാദികളാണ് എന്ന് തന്നെയാണ് ആരിഫിന്റെ വിശ്വാസം. അതുകൊണ്ട് ആരിഫ് നിലപാട് തിരുത്തുന്നില്ല, നിയമപോരാട്ടവുമായി മുമ്പോട്ട് പോകാൻ തീരുമാനിക്കുന്നു. മാത്രമല്ല ആരിഫ് NIA അടക്കമുള്ള അന്വേഷണ ഏജൻസികൾക്ക് പരാതി കൊടുത്തു കഴിഞ്ഞു. ആരിഫിനോട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ആരിഫ് പറഞ്ഞതുകൂടി കേൾക്കുക. നമസ്കാരം ആരിഫേ. നമസ്കാരം. പുതിയൊരു ട്രോഫി കൂടി കിട്ടിയെന്ന് കേട്ടു. അതെ, ഇത് എത്രാമത്തെ ട്രോഫിയായി കേസ് എന്ന നിലയിൽ? മുന്നേക്കെ എണ്ണം പിടിക്കാൻ എളുപ്പമായിരുന്നു, ഇപ്പൊ സത്യം പറഞ്ഞ എണ്ണം തെറ്റി, ഓർമ്മയില്ല. ആയിക്കോട്ടെ. ഇതെന്താണ് ഇതിന്റെ മൂല കാരണം? എന്താണ് ഇതിന്റെ അകത്ത് FIR എന്താ പറയുന്നത്? നിങ്ങൾ എന്ത് വകുപ്പാണ് ഇട്ടിരിക്കുന്നത്? ഇവർ FIR ഇടാൻ ഉദ്ദേശിക്കുന്നേ ഉള്ളൂ. ഇപ്പൊ പോലീസിന് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഏതാ ഇടാൻ പോകുന്നത് നമുക്കറിയില്ല. അറിയില്ല. ശരി. അപ്പോ അവിടുന്ന് പോലീസിൽ നിന്നൊരു സ്റ്റേറ്റ്മെന്റ് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ അതിനെ റെസ്പോൺസ് ചെയ്തിട്ടുണ്ട്. ശരി. എന്ത് വിദ്വേഷം പടർത്തി എന്നുള്ള എന്താണ് അവർ നിങ്ങളെ കുറിച്ചുള്ള പരാതി? അവര് പറയുന്നത് രണ്ട് കാര്യമാണ്. അതായത് ഒന്ന് വിദ്വേഷം, രണ്ട് ഞാൻ ഇവരെ ഡിഫൈം ചെയ്തു എന്നുള്ളതാണ്. ഡിഫൈൻ ചെയ്തതിന് ഇവര് പോലീസിലല്ലോ പോകേണ്ടത്. അതെ അതെ. അപ്പോ ഇതിൽ സംഭവിച്ചത് ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഡൽഹി റെഡ് ഫോർട്ട് അറ്റാക്ക് ഉണ്ടായിരുന്ന ആ ഒരു സമയം, ബ്ലാസ്റ്റ് ഉണ്ടായ സമയം, അപ്പൊ ആ സമയത്ത് നമ്മൾ ഏറെ ചർച്ച ചെയ്തൊരു കാര്യമാണല്ലോ ഈ വൈറ്റ് കോളർ ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഭവം. അതെ. അപ്പോ ആ സംഗതി വലിയ ചർച്ചയായപ്പോ അതുമായി കണക്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ നാട്ടിലും അരങ്ങേറുന്ന ഒരു സംഗതി ശ്രദ്ധയപ്പെട്ടത്, നമ്മളൊരു ഫേസ്ബുക്ക് പേജ് ഒരു പോസ്റ്റ് ഇട്. അത് പോസ്റ്റിൽ തന്നെ പോലീസിനെയും അന്നത്തെ മുഖ്യമന്ത്രിയും അതുപോലെ PMO ഇവരെ ടാഗ് ചെയ്തുകൊണ്ട് ഇത് ശ്രദ്ധിക്കണം, അന്വേഷിക്കേണ്ടതാണ് എന്ന് നമ്മൾ അവരെ വാൺ ചെയ്യുന്ന ഒരു വിസിൽ ബ്ലോയിങ് അറ്റംപ്റ്റ് ആണ് നമ്മൾ അന്ന് അവിടെ നടത്തിയത്. എന്തായിരുന്നു പോസ്റ്റിലെ കുഴപ്പം? ആ കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ X&Y എന്ന് പറയുന്ന ഒരു എൻട്രൻസ് കോച്ചിങ് സ്ഥാപനം കേരളത്തിൽ പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ അവരുടെ വേദിയിൽ ഒരു ഗസ്റ്റ് ഒരു സ്പീക്കറായിട്ട് വരുന്ന ഒരു ഡോക്ടർ, ഒരു മുഹമ്മദ് കുട്ടി കണ്ണിയൻ, ഒരു ഓർത്തോപെഡിക് സർജൻ ആണെന്നാണ് പറയുന്നത്. അപ്പൊ പുള്ളി വരുന്നു എന്ന് ഒരു പോസ്റ്റർ കാണുന്നു. പക്ഷെ ഇതേ മുഹമ്മദ് കുട്ടി കണ്ണിയൻ വേറെ പല വേദികളിലും പോയിട്ട് വളരെ തീവ്രമായ താലിബാനിസം, കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഹിജാബ് എന്ന ചോയ്സ് അല്ല എന്നുള്ള രീതിയിൽ തന്നെ പറയുന്ന വളരെ തീവ്രമായ റാഡിക്കൽ ആയിട്ടുള്ള ഇസ്ലാമിക് ഷോട്ട്സ് പറയുന്ന ആളാണ്. ചോയ്സ് അല്ല, എല്ലാരും ധരിച്ചാൽ മതിയാവും. അതെ അതെ, അങ്ങനെ മതിയാവുമെന്ന് മാത്രമല്ല, അങ്ങനെ ധരിക്കുന്ന ആളുകളെ നമ്മള് പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ പാടുള്ളൂ, അല്ലാതെ പെൺകുട്ടികളെ കെട്ടരുത് എന്ന് വരെ പറയാണ്. ശരി. അങ്ങനെ വളരെ തീവ്രമായ ഒരു സംഗതി. അപ്പൊ ഈ രീതിയിൽ പറയുന്ന ആളുകൾ അവരെ പിടിച്ചുകൊണ്ടുവന്ന് എൻട്രൻസ് കോച്ചിങ് നടത്തുന്ന ഒരു അവസ്ഥ. അപ്പൊ അതിൽ തന്നെ ഉള്ളതാണ് നമ്മുടെ അബ്ദുള്ള അബ്ബാസിനെ പോലെയുള്ള ആളുകൾ. ഈ മറ കെട്ടി ക്ലാസ് എടുത്തതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ശരി. അപ്പൊ അങ്ങ് എഴുതിയത് നമുക്കറിയാം. അപ്പൊ ആരിഫ് എഴുതിയത് ഇവരെ സൂക്ഷിക്കണം, ഇത്ര എഴുതിയുള്ളൂ. ഈ ഒരു സ്ഥാപനവും അതിന്റെ മറവിൽ നടക്കുന്നത് ഈ അൽഫലാഹ് യൂണിവേഴ്സിറ്റിയിലാണെന്ന് നമ്മളിത് ശ്രദ്ധപ്പെട്ടത്. അങ്ങനെ യൂണിവേഴ്സിറ്റി ഉള്ളതാണോ? അൽഫലാഹ് യൂണിവേഴ്സിറ്റി നമുക്കറിയാലോ, റെഡ് ഫോർട്ട് അറ്റാക്കിന്റെ ആ ഒരു പശ്ചാത്തലത്തില്. യെസ്. അപ്പൊ അവരുടെ ലോക്കർ റൂമിൽ നിന്നാണല്ലോ തോക്കും പീരങ്കി. അപ്പൊ സമാനമായ രീതിയിൽ ഒരു സാധ്യത നമ്മുടെ നാട്ടിലും ഉണ്ടാവാനുണ്ട്. അതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്ന സ്ഥലമാണ് ഈ X&Y എന്നാണ് നമ്മൾ അന്ന് പറഞ്ഞത്. അപ്പൊ അത് അന്വേഷിക്കണം എന്നുള്ള രീതിയിൽ. അതാണ് ഇപ്പൊ കേസായിരിക്കുന്നത്. അപ്പൊ അത് അന്ന് നമ്മൾ ആ പോസ്റ്റ് ഇട്ടപ്പോ അവര് പോലീസിൽ പോയെങ്കിലും പോലീസ് അത് കേസ് എടുത്തില്ല.
അപ്പൊ അവര് കോടതിയിൽ പോയി. അപ്പൊ അതാണ് അതൊരു ഒരു നടപടിക്രമം മാത്രമേ ഉള്ളൂ. അപ്പൊ അതാണ് ഇവരിപ്പോ വലിയ ആഘോഷമായിട്ട് കൊണ്ടു നടക്കുന്നത്. പക്ഷെ ഞാനപ്പോ ഏതായാലും ഉദ്ദേശിച്ചിരിക്കുന്ന ഇത്രേ ഉള്ളൂ, ഇവരിങ്ങനെ പോയ സ്ഥിതിക്കുന്ന പിന്നെ അതൊരു ഫോർമൽ ആയിട്ട് ഒരു കംപ്ലൈന്റ് ആയിട്ട് ഫോർവേഡ് ചെയ്യാന്ന് വിചാരിക്കുകയാണ്. അപ്പൊ അത് ഓൾറെഡി നമ്മളത് ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മള് DGPക്കും അതുപോലെ ഇന്റലിജൻസിനും NIA ഒക്കെ ഫോർവേഡ് ചെയ്യാണ്. അപ്പൊ അത് അതിന്റെ അന്വേഷണം ഇനി അവർ നേരിടേണ്ടി വരും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, നടക്കട്ടെ. താങ്ക് യു. യെസ്, താങ്ക് യു.